ഹായ് ഹലോ എവ്രി വൺ. എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ഇംഗ്ലീഷ് സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആര്യ എസ് വിവേക്. നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പ്രസ്റ്റീജിയസ് നോട്ടിഫിക്കേഷനാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. നോട്ടിഫിക്കേഷൻ ഇതാ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ പോകുന്നത് 6 മാസമാണ്. ആ ഒരു 6 മാസം നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നതോ വളരെ വിലപ്പെട്ട ഒരു ജോലിയും. അപ്പോ ആ ഒരു 6 മാസത്തെ ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ, അതായത് ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഒരു 6 മാസം ചിട്ടയായി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു പ്രസ്റ്റീജിയസ് പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്താലോ? എല്ലാവരും റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സെഷൻ ആരംഭിക്കാം. സോ ദ കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ഫോർ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനേഷൻ. ഓക്കെ, അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ, ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷനുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബാണ് ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. 39,300 മുതൽ 83,000 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. സോ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഒരാൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നതിന്റെ ഒരു മാക്സിമം ലെവലിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. സോ അതിനുവേണ്ടി പരിശ്രമിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ എങ്ങനെ പരിശ്രമിക്കണം, ചിട്ടയായി എങ്ങനെ പരിശീലിക്കണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി നമ്മൾ പറഞ്ഞു നോട്ടിഫിക്കേഷൻ ഈസ് എക്സ്പെക്ടഡ് സൂൺ, ദാ ഇപ്പൊ വരുമെന്നും പറഞ്ഞിരിക്കുകയാണ്. സോ ലെറ്റ് us സ്റ്റാർട്ട് അവർ 6 month ജേർണി. നമുക്ക് ഇന്ന് മുതൽ നമ്മൾ ജേർണി ആരംഭിക്കാം. ഓക്കെ ആണോ? നിങ്ങൾ ഓക്കെ ആണോ? സോ നമുക്ക് ആദ്യം പരീക്ഷയെക്കുറിച്ച് ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവുമായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 100 മാർക്കിന്റെ ഒരു പരീക്ഷയാണ്. 75 മിനിറ്റ് ആണ് സമയം. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് 60 മാർക്കിന്റെ പരീക്ഷയാണ്. 1 hour, അതായത് 60 മിനിറ്റ്സ് ആണ് ടൈം വരുന്നത്. ദെൻ നമുക്ക് എങ്ങനെയാണ് മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്നൊന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എക്സാമിന് നമുക്ക് ജനറൽ നോളജിന്റെ ഭാഗത്ത് നിന്ന് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്, ജനറൽ ഇംഗ്ലീഷിന്റെ സൈഡിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് 50 മാർക്സ്, ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇംഗ്ലീഷിനുള്ള അത്ര സ്കോർ വേറെ ഒന്നിനും വരുന്നില്ല. സോ ഇംഗ്ലീഷിന് ഒരു അപ്പർ ഹാൻഡ് ഉള്ള എക്സാം ആണ് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷിന്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ. ഓക്കെ, സോ ഇനി നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവ് എക്സാമിന് 50 മാർക്കുണ്ട് ഇംഗ്ലീഷിന്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവിന്റെ 60 മാർക്കിൽ 60 ഇരിക്കുന്നത് ഇംഗ്ലീഷിന് തന്നെയാണ്. ഒരു പ്രേസി, 2 ഷോർട്ട് എസ്സേസ്, ഒരു കോംപ്രിഹെൻഷൻ, ഓക്കെ, എന്നിങ്ങനെ മൊത്തത്തില് ഇംഗ്ലീഷിന് തന്നെയാണ് 60 മാർക്കും വരുന്നത്. സോ നമുക്കിപ്പോ 100ഉം 60ഉം 160 മാർക്ക് ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ അതില് 110ഉം ഇംഗ്ലീഷ് ആണെന്ന് പറയാം അല്ലെ. അതായത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മൾ കണ്ടു, അതായത് ഒബ്ജക്റ്റീവിന് 50 മാർക്കും ഡിസ്ക്രിപ്റ്റീവിന് 60 മാർക്കും, ടോട്ടൽ എത്രയായി? 110 മാർക്ക്. അപ്പോ 160 മാർക്കിന്റെ ഒരു പരീക്ഷയിൽ 110 മാർക്കും ആർക്കുള്ളതാണ്? ഇംഗ്ലീഷിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം, എങ്ങനെ തുടങ്ങണം, എവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, ഏതൊക്കെ പോർഷൻസിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, നമ്മൾ ഒബ്ജക്റ്റീവിന് പഠിക്കുന്ന അതേ സമയത്ത് തന്നെ ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടിയും എങ്ങനെ നമുക്ക് സമയം മാറ്റിവെക്കാം, ഡിസ്ക്രിപ്റ്റീവ് ആദ്യമായി തുടങ്ങുന്ന ഒരാള് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ഐഡിയ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ ഇത് കഴിഞ്ഞാൽ നമുക്കൊരു ഇന്റർവ്യൂ കൂടെ കാണും. അതിനൊരു 10 മാർക്കാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ഒരു 6 മാസത്തെ സമയമാണ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കിട്ടാനായിട്ട് പോകുന്നത്. അപ്പം 6 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസം വെച്ച് നമ്മൾ കൂട്ടാം അല്ലെ. 6 into 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 days ആണ്. അപ്പം ടോട്ടൽ നമുക്ക് കിട്ടുന്നത് ഒരു 180 days ആണ് എക്സാം വരെ.
ഹൗ ടു യൂട്ടിലൈസ് എഫിഷ്യൻ്റ്ലി, അവിടെയാണ് നിങ്ങളെ പോയിന്റ് ഇരിക്കുന്നത്. ഈ ഒരു 180 ദിവസം നിങ്ങൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് അതിനനുസരിച്ചിരിക്കും നിങ്ങൾ മേടിച്ചെടുക്കാൻ പോകുന്ന റിസൾട്ട്. ഓക്കെ, ടു യൂട്ടിലൈസ് യുവർ ടൈം, എനർജി ആൻഡ് റിസോഴ്സസ് എഫിഷ്യൻ്റ്ലി, ഫോക്കസ് ഓൺ പ്രയോറിറ്റൈസേഷൻ. ഏതൊക്കെ ടോപ്പിക്സിന് പ്രയോറിറ്റി കൊടുക്കണം? ടൈം ബ്ലോക്കിംഗ്, ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് നമ്മൾ ടൈം മാറ്റിവെക്കുക, വേണ്ടാത്ത കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാതിരിക്കുക. ആൻഡ് എലിമിനേറ്റിംഗ് ഡിസ്ട്രാക്ഷൻസ്, ബാക്കി ഒരു കാര്യത്തിനും നിങ്ങളുടെ ടൈമിനെ മാറ്റിവെക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ഓക്കെ, ബാക്കി ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോവരുത്. നമ്മുടെ ഫോക്കസ് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി മാത്രമുള്ളതായിരിക്കണം. അപ്പോൾ നമ്മുടെ ടൈമും നമ്മുടെ എനർജിയും ഒക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, നമുക്ക് മുമ്പിലുള്ള റിസോഴ്സസ് നമ്മൾ എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ പ്രയോറിറ്റി എന്തുമാത്രമാണ്? എക്സാം ക്ലിയർ ചെയ്യാന്ന് പറയുന്നത് മാത്രമാണ്. ടൈമിനെ നിങ്ങൾ എങ്ങനെയാണോ വിനിയോഗിക്കുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നത്. എല്ലാ ഡിസ്ട്രാക്ഷൻസൊന്നും നിങ്ങൾ തന്നെ മാറി നിൽക്കുക. ഓക്കെ, നിങ്ങളുടെ ഒരു കാര്യത്തിനും മറ്റൊരു കാര്യത്തിനും നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് നിന്നു കൊടുക്കരുത്, അതിനനുവദിക്കരുത്. ഓൾ റൈറ്റ്, സോ ആദ്യം നമുക്ക് ജനറൽ ഇംഗ്ലീഷ് സിലബസ് എന്താണെന്നൊന്ന് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. എന്തെങ്കിലും ഒരു എറേഴ്സ് ഒക്കെ ഉണ്ടാവും, നമ്മൾ റെക്ടിഫൈ ചെയ്യുക. ഇഡിയംസ് ആൻഡ് ഫ്രേസ് വലിയൊരു റോൾ ഉണ്ട്. 2 to 3 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാ. സിനോണിംസ് ആൻഡ് ആന്റണിംസ്, എറർ കറക്ഷൻ, പലതരത്തിലുള്ള എറർ കറക്ഷൻ ഉണ്ടാവും കേട്ടോ. ഒരു ഫ്രേസ് ബോൾഡി കൊടുത്തിട്ട് ആ ഭാഗം റെക്ടിഫൈ ചെയ്യാൻ പറയും, അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ട് ആ ഭാഗം റെക്ടിഫൈ ചെയ്യാൻ പറയും. അങ്ങനെ പല തരത്തിലുള്ള എറേഴ്സ് ചോദിക്കും. ജോയിനിങ് സെന്റൻസസ്, സെന്റൻസും ടൈപ്സ് ഓഫ് സെന്റൻസും ഒക്കെ പഠിക്കണം, കൺജങ്ഷൻസ് പഠിക്കണം, എന്നാലൊക്കെ ജോയിനിങ് സെന്റൻസ് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ പ്രിപ്പൊസിഷൻസ്, സെന്റൻസ് അറേഞ്ച്മെന്റ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ എങ്ങനെയാ ഒരു സ്റ്റാർ വന്നത്? ഈ സ്റ്റാർ ഒക്കെ എന്താന്നുള്ള കാര്യം ഞാൻ പിന്നീട് പറയാം, അവിടെ ഇരിക്കട്ടെ ഇപ്പൊ തൽക്കാലം. സോ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്, പിന്നെ കുറെ സ്റ്റാറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ട്, അതിനൊക്കെ അത്യാവശ്യം നല്ല റേഞ്ച് വൊക്കാബുലറി നമ്മുടെ കയ്യിൽ വേണം. സ്പോട്ടിംഗ് എറേഴ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, പാരഗ്രാഫ് കംപ്ലീഷൻ, സെന്റൻസ് കംപ്ലീഷൻ, പാസേജ് കംപ്ലീഷൻ, എറർ കറക്ഷൻ. ഇവിടെ അണ്ടർലൈൻഡ് പാർട്ടാ അല്ലെ. നേരത്തെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഫ്രേസ് ഇൻ ബോൾഡാ. അപ്പം പല തരത്തിലുള്ള എറർ കറക്ഷൻ. ഇനി സ്പെൽ ചെക്ക് ഉണ്ട്, ലീഗൽ വൊക്കാബുലറി ഉണ്ട്. നോർമൽ വൊക്കാബുലറി മാത്രമല്ല, നമുക്ക് എന്തുകൂടെ പഠിക്കാനായിട്ടുണ്ട്? ലീഗൽ വൊക്കാബുലറി കൂടെ ഉണ്ട് അല്ലെ. കലക്റ്റീവ് നൗൺ ഉണ്ട്, ഇഫ് ക്ലോസ് ഉണ്ട്, പ്രൊനൗൺ ഉണ്ട്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, സെന്റൻസ് കൺവേർഷൻ, സിമ്പിൾ ഇന്ന് കോംപ്ലക്സ് ആക്കാനും കോംപ്ലക്സ് ഇന്ന് കോമ്പൗണ്ട് ആക്കാനും അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസും വരും. ഹോമോഫോൺസ് ഉണ്ട്, റെഗുലർ വെർബ്, ഇറഗുലർ വെർബ്. ഇതൊക്കെ ടെൻസിന്റെ ഭാഗമായിട്ട് ടെൻസ് പഠിക്കുന്നതിന്റെ മുമ്പേ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളായി റെഗുലർ വെർബ്, ഇറഗുലർ വെർബ് ഒക്കെ. ഇനി കാൻഡിഡേറ്റ് ഷുഡ് ഫോക്കസ് ഓൺ ഗ്രാമർ റൂൾസ്, വൊക്കാബുലറി യൂസേജ്, സെന്റൻസ് കറക്ഷൻ. ഇവിടെയാണ് നിങ്ങളുടെ ഫോക്കസ് വേണ്ടത്. അപ്പൊ ഈ ഗ്രാമർ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഇംഗ്ലീഷിന്റെ ഗ്രാമർ പാർട്ട് അരച്ച് കലക്കി കുടിക്കണം എന്നർത്ഥം. ഓക്കെ, വൊക്കാബുലറി യൂസേജ് പലതരത്തിലാ ചോദിക്കുന്നത്. സിനോണിംസ്, ആന്റണിംസ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? നമുക്ക് ഇഡിയംസ് ആൻഡ് ഫ്രേസ് ഉണ്ട്, നമുക്ക് ഫ്രേസൽ വേർബ്സ് ചോദിക്കാം, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ചോദിക്കാം, സ്പെൽ ചെക്ക് ചോദിക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വൊക്കാബുലറി സൈഡിൽ നോക്കാനായിട്ടുണ്ട്. പിന്നെ സെന്റൻസ് കറക്ഷൻ. ഈ ഒരു കറക്ഷൻ ചെയ്യണമെങ്കിലോ ആദ്യം നമുക്ക് ഗ്രാമർ റൂൾസ് നല്ല കൃത്യമായിട്ട് അറിയണം. എന്നാലല്ലേ അവിടെ എന്തൊക്കെ എറേഴ്സ് ഉണ്ടെന്നും അതെങ്ങനെ കറക്റ്റ് ചെയ്യണമെന്നും പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ഗ്രാമറിൽ ഒരു മാസ്റ്ററായി മാറണം. അതിൻ്റെ ഒപ്പം തന്നെ വൊക്കാബുലറി നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുപോകണം. ഓക്കെ, അവസാനമാണ് നമ്മൾ ഈ സെന്റൻസ് കറക്ഷന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യേണ്ടത്. കാരണം ഗ്രാമർ റൂൾസും വൊക്കാബുലറി യൂസേജും ഒക്കെ നമ്മൾ പക്ക പഠിച്ചു കഴിഞ്ഞാൽ ഈ സെന്റൻസ് കറക്ഷൻ എളുപ്പമാണ്. ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനുള്ള വേദിയാണ് സെന്റൻസ് കറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ സ്മാർട്ട് ഓർഡർ. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് എവിടുന്നോ തുടങ്ങി എന്തൊക്കെയോ കാര്യങ്ങൾ പഠിച്ചങ്ങ് സിലബസ് തീർക്കാനല്ല പോകുന്നത്. നമുക്ക് എന്തുണ്ട്? കൃത്യമായ ഒരു ഓർഡർ ഉണ്ട്, എവിടുന്ന് തുടങ്ങണം. അതായത് ഒരു തുടക്കക്കാരന് പോലും 6 മന്തിൽ പഠിച്ച് ഈ ജോലിയിലേക്ക് എത്താൻ വേണ്ടി ഇംഗ്ലീഷിൽ ആദ്യം പഠിക്കേണ്ടത് എന്ത്?
എല്ലാവർക്കും ഇംഗ്ലീഷ് വളരെ ഈസി ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഒരു മീഡിയോക്കർ സ്റ്റുഡൻറ്റിനും അതുപോലെ ഒരു ബ്രില്യൻ സ്റ്റുഡൻറ്റിനും ഒരു തുടക്കക്കാരനും ഒക്കെ എങ്ങനെയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. അതിന് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ എവിടുന്ന് പഠിച്ചു തുടങ്ങണം എന്നുള്ളതിന് ഒരു സ്മാർട്ട് ഓർഡർ ഉണ്ട്. ഓക്കെ ആണോ? സോ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ടൈപ്സ് ഓഫ് സെന്റൻസസും ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസും ആണ്. പലതരം സെന്റൻസസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതായത് നമുക്ക് അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ സെന്റൻസിനെ പല ടൈപ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്, സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ പല ടൈപ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് സെന്റൻസ്. ഒരു സെന്റൻസ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ പഠിക്കുന്നതിന് മുമ്പേ എന്താ ഫ്രേസ്, എന്താ ക്ലോസ്, ഇതൊക്കെ തീർച്ചയായും പഠിക്കണം. അപ്പോൾ ബേസ് മുതലാണ് നമ്മൾ എൻട്രിയുടെ കോഴ്സുകൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ബേസ് മുതൽ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടികളെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരുന്നത്. നമ്മുടെ ആസ്പിരൻസിന് ബേസ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതാണ് ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. രണ്ടാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. അതിലെല്ലാം പെടും. പാർട്സ് ഓഫ് സ്പീച്ചിൽ എന്തൊക്കെ പെടും? നമുക്ക് നൗൺ ഉണ്ട്, വെർബ് ഉണ്ട്, ആഡ്വേർബ് ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്, പ്രൊനൗൺ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കൺജങ്ഷൻ ഉണ്ട്, ഇന്റർജെക്ഷൻ ഉണ്ട്, അല്ലെ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പ്രിപ്പോസിഷൻസ് ഉണ്ട്. ഇപ്പൊ മോഡേൺ ഗ്രമറിയൻസ് പറയുന്നുണ്ട് ആർട്ടിക്കിൾസും ഇതിന്റെ ഒരു ഭാഗമാണെന്ന്. സോ ആർട്ടിക്കിളൊക്കെ സെപ്പറേറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഈ പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ, എന്താ നൗണ്, എന്താ പ്രൊനൗണ്, അല്ലെ, എന്താ അഡ്ജക്റ്റീവ്, എന്താ ആഡ്വേർബ്, ഇതിലെയൊക്കെ നിയമങ്ങൾ, അല്ലെ, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. സോ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കേണ്ടത്. ഇതിനൊരു ഓർഡറിന് ഒരു ഹൈറാർക്കി ഉണ്ട്. അങ്ങനെ പഠിച്ചു പോയാലേ കൺഫ്യൂഷൻ ഇല്ലാതെ പോകാൻ പറ്റൂ. അല്ലാതെ ആദ്യം കൊണ്ടുപോയിട്ട് ആർട്ടിക്കിള്, പിന്നെ പ്രൈമറി, മോഡൽ, ഓക്സിലറി, കുറച്ചു കാലം കഴിഞ്ഞിട്ട് ടെൻസ്, ഇങ്ങനെയൊന്നും അല്ല. ഇതിനൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ പോയി കഴിഞ്ഞാൽ ഒന്നും അറിയാത്തവന് പോലും ഗ്രാജ്വലി ഇംഗ്ലീഷ് നല്ല വശമായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ടെൻസസിലാണ്. ഈ ടെൻസസ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് വിത്ത് PYQ കാണിച്ചു കൊടുക്കണം. നമുക്ക് ടെൻസസിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. സിമ്പിൾ പ്രസന്റിന്റെ കുറച്ച് യൂസേജ്, പ്രപഞ്ച സത്യങ്ങളൊക്കെ പറയാൻ, അതുപോലെ ഹാബിച്വൽ ആക്ഷൻസ് ഒക്കെ പോലെ. പിന്നെ സിമ്പിൾ പാസ്റ്റിന് ടൈം റെഫറൻസ് ഉണ്ടാവും, അല്ലെ? സിൻസും ഫോറും ഒക്കെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാ കാണുന്നത്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. വിത്ത് ക്വസ്റ്റ്യൻസ്, PYQs, അങ്ങനെയാണ് ഈ ഏരിയാസ് ഒക്കെ പഠിപ്പിച്ചെടുക്കേണ്ടത്. സോ ദെൻ ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസസ്, അതായത് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക് ഇഫ് ക്ലോസ് ആണ്. 3 തരം കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ. ദെൻ പിന്നെ നമ്മൾ പ്രൈമറി ഓക്സിലറീസും മോഡൽ ഓക്സിലറീസും അതിന്റെ യൂസസും പഠിക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ എറർ കറക്ഷനിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു ടോപ്പിക് സബ്ജക്റ്റ് വെർബ് എഗ്രീമെന്റ്. അതായത് കോൺകോഡ് എന്ന് പറയും. സബ്ജക്റ്റും വെർബും തമ്മിൽ ഒരു എഗ്രീമെന്റ് ഉണ്ട്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വെർബ് പ്ലൂരൽ ആയിരിക്കണം. ആ ഒരു കാര്യം. പിന്നെ നമുക്ക് ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും അതിന്റെ യൂസസ്, എവിടെയൊക്കെ ഉപയോഗിക്കണം, എവിടെയൊക്കെ ഉപയോഗിക്കേണ്ട, ക്വസ്റ്റ്യൻ ടാഗ്സ്, ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറൻസ്, ഒരുപാട് യൂസസ് പറഞ്ഞു കൊടുക്കുക. എന്താ ബെയർ ഇൻഫിനിറ്റീവ്സ്, എന്താണ് ടു ഇൻഫിനിറ്റീവ്സ്, ജെറണ്ട് എവിടെയൊക്കെ ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ പഠിക്കണം. ദെൻ പ്രിപ്പോസിഷൻസ് അടുത്തത് പഠിക്കുക. പ്രിപ്പോസിഷൻസിൽ തന്നെ ഫോക്കസ് ചെയ്യേണ്ടത് ഫിക്സഡ് പ്രിപ്പോസിഷൻസും ഒബീഷൻ ഓഫ് പ്രിപ്പോസിഷൻസും ആണ്. പിന്നെ കൺജങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺജങ്ഷൻ ഇവിടെ മാത്രമല്ല, ഡിസ്ക്രിപ്റ്റീവിലും നമുക്ക് ആവശ്യമുള്ളത് ആ കൺജങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ കൺജങ്ഷൻ 3 തരത്തിലുണ്ട്: കോർഡിനേറ്റിംഗ്, സബോർഡിനേറ്റിംഗ്, കോറിലേറ്റീവ്. അതിലെ കോറിലേറ്റീവ് പെയേഴ്സിനെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അവിടുന്ന് ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാറുണ്ട്. സോ അത് നമ്മൾ ഫോക്കസ് ചെയ്യുക. ദെൻ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. നമ്മൾ അഡ്ജക്റ്റീവ് ഓൾറെഡി പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണും പഠിക്കും. അതായത് ഒരു ഔട്ട്ലൈൻ ഇട്ട് വെക്കും. പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, ലിറ്റിൽ ഫ്യൂ അഡ്ജക്റ്റീവ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. പിന്നെ
ഇതിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ ആണ് കറക്ഷൻ ഓഫ് സെന്റൻസസ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സെന്റൻസിൽ ഇതിന്റെയൊക്കെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എറേഴ്സ് വരുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് കറക്ഷൻ ഓഫ് സെന്റൻസ് എന്ന് പറയുന്നത്. സോ അതിനൊക്കെ ശേഷമാണ് നമ്മൾ ഈ കറക്ഷൻ ഓഫ് സെന്റൻസ് ചെയ്യേണ്ടത്. ഇനി വൊക്കാബുലറി സൈഡാ. അടുത്തത് വൊക്കാബുലറി സൈഡാ. ഇവിടെ നമ്മൾ സിംഗുലർ ആൻഡ് പ്ലൂരൽ പഠിക്കണം, ജെൻഡർ ഓഫ് നൗൺസ് അല്ലെ, ചേഞ്ച് ഓഫ് ജെൻഡർ പഠിക്കണം, കളക്റ്റീവ് നൗൺസ് ഈ ഒരു ഓർഡറിൽ തന്നെ പോണം, വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രെഫിക്സ് ഓർ സഫിക്സ്. അതായത് നമ്മൾ ഒരു വേർഡിന്റെ മുമ്പിൽ ചേർക്കുന്ന ലെറ്റേഴ്സിനെ പ്രെഫിക്സ് എന്നും അതിനുശേഷം ചേർക്കുന്നതിനെ സഫിക്സ് എന്നും പറയൂലേ. അതിന്റെ മീനിങ്ങിൽ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട്, വേർഡ് ഫോർമേഷൻ, പുതിയ വേർഡ്സിനെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ കോമ്പൗണ്ട് വേർഡ്സ്, ഓപ്പൺ കോമ്പൗണ്ട്, ക്ലോസ്ഡ് കോമ്പൗണ്ട്, ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്, അതൊക്കെ എങ്ങനെ സിംഗുലർ ആൻഡ് പ്ലൂറൽ ആക്കണം. പിന്നെ സിനോണിംസ്, ആന്റണിംസ്, ദെൻ ഫ്രേസൽ വെർബ്സ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ദെൻ ഇന്റർ ആലിയ, സൈൻഡ് ഐ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമുക്ക് ചോദിക്കാറുണ്ട്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്ഡ്, കൺഫ്യൂസിങ് വൊക്കാബുലറി. ചില വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ദെയർ അവരുടെ, ദർ അവിടെ, ചില ആൾക്കാർക്ക് അതൊക്കെ ഒന്നായിരിക്കും. സോ അങ്ങനെയുള്ള കൺഫ്യൂസിങ് വൊക്കാബുലറി. പിന്നെ സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് ദിയർ മീനിങ്സ്. പിന്നെ എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രീവിയേഷൻ, കോമൺ അബ്രീവിയേഷൻസിന്റെ എക്സ്പാൻഷൻസ്, അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. സോ ഈ ഒരു ഓർഡറിൽ നമ്മൾ പഠിച്ചു പോകണം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. ടൈപ്സ് ഓഫ് സെന്റൻസിൽ നിന്ന് തുടങ്ങി കറക്ഷൻ ഓഫ് സെന്റൻസിൽ നമ്മൾ ഗ്രാമർ പാർട്ട് അവസാനിപ്പിക്കണം. പിന്നെ വൊക്കാബുലറി സൈഡ് ആണെങ്കിൽ സിംഗുലർ ആൻഡ് പ്ലൂരലിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ അബ്രീവിയേഷൻസിൽ അവസാനിപ്പിക്കാം നമുക്ക്. സോ ഇതൊക്കെ നമ്മൾ ഈ ഒരു ഓർഡറിൽ പഠിക്കുമെങ്കിലും കുറച്ച് കാര്യങ്ങളും കൂടെ, ഞാനിവിടെ സ്റ്റാർ ഇട്ട് വെച്ച കുറച്ച് കാര്യങ്ങൾ കണ്ടോ നിങ്ങൾ. സെന്റൻസ് അറേഞ്ച്മെന്റ്, ഇതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട ആൾക്കാരെ ഓർഡറിൽ ആക്കി മാറ്റുക, ജംബിൾഡ് സെന്റൻസ്. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ആദ്യം നമ്മൾ വൊക്കാബുലറി സൈഡ് സ്ട്രോങ് ആക്കിയതിന് ശേഷം പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഈ പാരഗ്രാഫ് കംപ്ലീഷനും സെന്റൻസ് കംപ്ലീഷനും പാസേജ് കംപ്ലീഷനും ഒക്കെ നമ്മൾ PYQs ബേസ് ചെയ്ത് പഠിച്ചാൽ മതി. ഇതൊക്കെ സിലബസിൽ ഉണ്ടെങ്കിലും ഇതിൽ നിന്നൊക്കെ വളരെ റെയർ ആയിട്ടേ നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് കാണാറുള്ളൂ. ദെൻ ലീഗൽ വൊക്കാബുലറി, അതിന് നമ്മൾ പ്രത്യേക സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. ഹോമോഫോൺസ്, അതായത് നമ്മൾ സൗണ്ട് കേൾക്കുമ്പോൾ ഒരുപോലെ ഇരിക്കും, അർത്ഥത്തിലും സ്പെല്ലിങ്സിലും ഒക്കെ വ്യത്യാസമുള്ള വേർഡ്സ് ആണ് ഹോമോഫോൺസ്. അപ്പം അതിനെയും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഈ സ്റ്റാർ ഇട്ട് വെച്ചത് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളാണ്. അത് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾ റൈറ്റ്, അപ്പം നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ഓർഡർ ഞാൻ പറഞ്ഞു തന്നു. ഇനി നമ്മൾ നമ്മുടെ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് എന്ന് പറയാനായിട്ട് പോവാണ്. ഫോക്കസ് ഓൺ വാട്ട് റിയലി വർക്ക്സ്, എന്താണ് ശരിക്കും വർക്ക് ചെയ്യുന്നത് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യാം. ആ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു 6 മാസം നമുക്കുണ്ട്, അതായത് ഒരു 180 ഡേയ്സ് നമ്മുടെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 120 ഡേയ്സ് പഠനത്തിനായും ഒരു 60 ഡേയ്സ് റിവിഷനായും മാറ്റിവെക്കാൻ പോവാണ്. ഓക്കെ, 120 ഡേയ്സ് സ്റ്റഡി ആൻഡ് 60 ഡേയ്സ് റിവിഷൻ. ഓൾ റൈറ്റ്, ഇനി ഇതിനെ നമ്മൾ പാക്കുകളാക്കി വെച്ചിരിക്കുക. 16 ദിവസങ്ങളിലായുള്ള 7 പാക്ക്. അതായത് ഒരു 16 ദിവസം എങ്ങനെ ഉപയോഗിക്കണം, അടുത്ത 16 ദിവസം എങ്ങനെ ഉപയോഗിക്കണം, അങ്ങനെ 16 ദിവസങ്ങളുടെ ഒരു പാക്ക്. അപ്പം ടോട്ടലി എത്ര ദിവസമായി? 112 ദിവസമായി. പിന്നെ 120 8 ദിവസം ബാക്കിയുണ്ട്. ആ 8 ദിവസം എന്ത് ചെയ്യണം എന്നും ഞാൻ പറയും. ഓക്കെ, അപ്പൊ ഈ പാക്കില്, അതായത് നമ്മൾ 7 into 16 ഡേയ്സ് പാക്കാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അവിടെ ആ ഒരു പാക്കില് ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ഒരുപോലെ കൊണ്ടുപോകാൻ പോവാണ്. അതെങ്ങനെ കൊണ്ടുപോകണം എന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ
നമ്മൾ ആദ്യത്തെ 16 ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? ഒബ്ജക്റ്റീവ് സൈഡിൽ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ 5 ദിവസം ടൈപ്സ് ഓഫ് സെന്റൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ വളരെ സ്പീഡിൽ പഠിച്ചു പോവണ്ട. നിങ്ങൾ ഫോളോ ചെയ്യുന്ന കോഴ്സ് ഏതാണ്, അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ബുക്ക് ഏതാണ്, അതിനനുസരിച്ച് ഒരു 5 ദിവസം സമയമെടുത്ത് പഠിച്ചാൽ മതി. ടൈപ്സ് ഓഫ് സെന്റൻസസ് വളരെ ഇമ്പോർട്ടൻ്റാ. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എഴുതാനൊക്കെ ആയിട്ട് ഒരുപാട് ആവശ്യമുണ്ട്. സമയമെടുത്ത് പഠിച്ചാൽ മതി. 5 ദിവസം കൊണ്ട് പഠിച്ചാൽ മതി. ദെൻ അടുത്ത 5 ദിവസം പാർട്സ് ഓഫ് സ്പീച്ച്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു 5 ദിവസം എടുത്ത് പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചാൽ മതി. അടുത്ത 5 ദിവസം ടെൻസസിനും കണ്ടീഷണൽ സെന്റൻസസിനും ഉള്ളതാണ്. ഓക്കെ, ഇനി 15 ദിവസമായി, ഒരു ദിവസം ബാക്കിയുണ്ടേ. ആ ഒരു ദിവസത്തിൽ ഈ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ ഒന്ന് റിവൈസ് ചെയ്യുക, ഒന്ന് ഓടിച്ചു വായിച്ചു വിടുക. ഓക്കെ, ഇതിലൊക്കെ ഒരു ഐഡിയ. നമ്മൾ 5 ദിവസം എടുത്തിട്ടാണ് പഠിക്കുന്നത്. സോ നമ്മൾ നല്ല വൃത്തിക്ക് പഠിക്കുന്നുണ്ട്. ഒരു ദിവസം ധാരാളം മതി അതൊന്ന് ഓവറോൾ ഒന്ന് വായിച്ച് മനസ്സിലേക്ക് എടുക്കാനായിട്ട്. ഓക്കെ, ഇനി നമ്മുടെ ആദ്യത്തെ 16 ദിവസം ഡിസ്ക്രിപ്റ്റീവ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഡിസ്ക്രിപ്റ്റീവും പഠിക്കണം, ഒബ്ജക്റ്റീവും പഠിക്കണം, വേണ്ടേ? അപ്പോ നമ്മൾ തുടങ്ങുന്നത് ദ ഹിന്ദുവിൽ നിന്നാണ്. നമ്മൾ ഇംഗ്ലീഷിന് അധികം ഇമ്പോർട്ടൻസ് ഇതുവരെ കൊടുക്കാത്ത ആൾക്കാരായിരുന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞു തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത്. നമ്മൾ ദ ഹിന്ദു പത്രം ഡെയിലി വായിക്കണം. ഓക്കെ, നിങ്ങൾ എഡിറ്റോറിയലിനൊന്നും പോയി ഇപ്പോഴേ തല വെച്ച് കൊടുക്കണ്ട, നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവും. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രണ്ട് പേജിലെ ഒരു ന്യൂസ്, ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു ന്യൂസ്, ഫ്രണ്ട് പേജിലെ ഒരു ന്യൂസ് ചൂസ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് വായിക്കാം. മനസ്സിലായിക്കോട്ടെ, മനസ്സിലാവാതിരുന്നോട്ടെ, നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. അതിൽ നിന്ന് ഒരു 5 വേർഡ്സ് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ നിന്ന് അറിയാത്ത ഒരു 5 വേർഡ്സ് ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ മെറിയം വെബ്സ്റ്റർ എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അങ്ങനെ പോയാലും മതി. എന്നിട്ട് ഈ 5 വാക്കുകൾ നിങ്ങൾ മെറിയം വെബ്സ്റ്ററിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2 ഓപ്ഷൻസ്, ഡിക്ഷണറി എന്നും തിസോറസ് എന്നും വരും. അതിൽ തിസോറസിൽ പോവാം. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ നമ്മളൊരു ഓറഞ്ച് കളർ ബോക്സസിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും എന്നറിയാവോ? ഒരു ഓറഞ്ച് കളർ ബോക്സസിൽ നിങ്ങൾക്ക് ഇങ്ങനെ സിനോണിംസ് കിടക്കുന്നേ കാണാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും എന്നറിയാവോ? ഒരു ബ്ലൂ കളർ ബോക്സസിൽ ആന്റണിംസ്. സോ നിങ്ങൾ 5 വേർഡ്സ് ആണ് ഇവിടെ സെർച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോന്നിനും ഒരു 2-3 സിനോണിംസും ഒരു 2-3 ആന്റണിംസും പഠിച്ചു വെക്കുക. ഓക്കെ, പഠിച്ചു വെക്കുക ഇൻ ദ സെൻസ് ദാറ്റ് ഒരു വൊക്കാബുലറി നോട്ട് ഉണ്ടാക്കുക, ഡെയിലി ഹിന്ദു വൊക്കാബ്സ് എഴുതാൻ തുടങ്ങുക. അപ്പൊ ഇതിങ്ങനെ ഒരു സൈഡ് കൂടെ പോയിക്കോട്ടെ. അറിയാത്ത വാക്കുകൾ നമ്മൾ പോയി മെറിയം വെബ്സ്റ്ററിൽ സെർച്ച് ചെയ്യുന്നു, എന്നിട്ട് ഇതിങ്ങനെ എഴുതി തുടങ്ങുന്നു. ഇത് നമ്മൾ ഡെയിലി എഴുതുന്നത് ഡെയിലി പഠിക്കുക, ഒരാഴ്ചയിൽ റിവിഷൻ ചെയ്യുക. പിന്നെയുള്ളത്, നമുക്ക് കോംപ്രിഹെൻഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് നന്നായി വായിച്ച് മനസ്സിലാക്കണം. എന്നാലേ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ റീഡിങ് ഹാബിറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വായിച്ചു തുടങ്ങിയാൽ മതി. നമുക്ക് സമയമുണ്ട്. നിങ്ങൾ കുഞ്ഞു കുഞ്ഞു കഥാപുസ്തകങ്ങളോ, കുഞ്ഞുങ്ങളുടെ ഇംഗ്ലീഷ് സിലബസ് ഫോളോ ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ ടെക്സ്റ്റ് ബുക്സോ, അല്ലെങ്കിൽ 8, 9, 10 ടെക്സ്റ്റ് ബുക്കിലെ ഇംഗ്ലീഷ് പാഠഭാഗങ്ങളോ, +1, +2 ഇംഗ്ലീഷ് പാഠഭാഗങ്ങളോ, ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ, ഏതെങ്കിലുമൊക്കെ ഓതേഴ്സിന്റെ സിമ്പിൾ ആയിട്ടുള്ള ബുക്സോ ഒക്കെ വായിച്ചു തുടങ്ങുക. ഓക്കെ, ഇപ്പം തൽക്കാലം വായിച്ചു തുടങ്ങിയാൽ മതി. ഇനി റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. അതായത് എഴുതുമ്പോൾ നല്ല കൈയക്ഷരത്തിലല്ല എഴുതുന്നതെങ്കിൽ ലെജിബിൾ ആയിട്ട് എഴുതി ശീലിക്കുക. കാരണം നമ്മളിവിടെ നമ്മുടെ ഓൺ ഹാൻഡ് റൈറ്റിംഗിലാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതാനായിട്ട് പോകുന്നത്. അപ്പം ലെജിബിൾ ആയിട്ട് നമ്മൾ എഴുതുക, പ്രോപ്പർ ആയിട്ടുള്ള സ്പേസിംഗ് ഒക്കെ കൊടുക്കുക, കൃത്യമായ സ്പേസ് ഒക്കെ കൊടുത്ത് ലെജിബിൾ ആയിട്ട് എഴുതുക. നമ്മൾ വൃത്തികേടാക്കി എഴുതി കഴിഞ്ഞാൽ എക്സാമിനറിന് അത് വായിച്ച് ഡിസെൻറ്റാങ്കിൾ ചെയ്യലല്ല പണി. അയാൾ അത് മൈൻഡ് ചെയ്യില്ല. അപ്പൊ നമ്മുടെ ആവശ്യമാണ് ജോലി കിട്ടല്. നമ്മൾ വൃത്തിയിൽ എഴുതി കൊടുക്കുക. അങ്ങേർക്ക് അത് വായിച്ചാൽ മനസ്സിലാവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക, അല്ലെ? അപ്പം അത് കാണുന്ന ഒരാൾ അതിൽ ഇംപ്രസ്ഡ് ആവേണ്ടത് നമ്മുടെ ആവശ്യമാണ്, എക്സാമിനറിന്റെ, അദ്ദേഹത്തിന്റെ ആവശ്യമല്ല. ഓക്കെ, സോ ഇനി അപ്പൊ നമ്മൾ ആദ്യത്തെ 16 ദിവസം ഡിസ്ക്രിപ്റ്റീവ് സൈഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ഹിന്ദുവിൽ വൊക്കാബ്സ് ഫോളോ ചെയ്യുക, റീഡിങ് ഹാബിറ്റ് ബിൽഡ് ചെയ്യുക, റൈറ്റിംഗ് സ്കിൽസ് ഉണ്ടാക്കിയെടുക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ 16 ഡേയ്സിൽ ഒബ്ജക്റ്റീവ് സൈഡ്. ആദ്യത്തെ 5 ദിവസം ഓക്സിലറി വേർബും ക്വസ്റ്റ്യൻ ടാഗും, ചെറിയ ടോപ്പിക്സ്, അതുകൊണ്ടാണ് 2 ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തത്. അടുത്ത 5 ദിവസം കോൺകോഡ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത 5 ദിവസം ആർട്ടിക്കിൾ, പിന്നെ ഒരു ദിവസം ഫുൾ റിവിഷൻ. ഒബ്ജക്റ്റീവ് സൈഡിൽ ഇത് ചെയ്യാം. ദെൻ ഡിസ്ക്രിപ്റ്റീവ് സൈഡിൽ ഫോക്കസ് ഓൺ എ പെർട്ടിക്കുലർ ഫ്രണ്ട് പേജ് ന്യൂസ് ഓഫ് എനി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എടുത്താൽ മതി. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാതെ ഹിന്ദു ആണ്. ഇനി നിങ്ങൾക്ക് ആക്സസ് ഉള്ളത് ഏതാണോ അത് വെച്ച് ചെയ്തോളൂ, നോ വറീസ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ന്യൂസ് ഫ്രണ്ട് പേജിൽ അതിന് ഫോക്കസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തന്നെ അത് വായിച്ച് മനസ്സിലാക്കി എടുത്തിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൺസ്ട്രക്ട് ചെയ്ത് നോക്കുക. ഇതിന് എങ്ങനെയാ ഡിസ്ക്രിപ്റ്റീവിന്, ഐ മീൻ ഒരു കോംപ്രിഹെൻഷനിൽ ക്വസ്റ്റ്യൻസ് അവർ കൊടുക്കാൻ ചാൻസ് ഉള്ളത് ഈ ഏരിയയിൽ നിന്ന് ചോദിക്കും. ഇത് ഇങ്ങനെ ചോദിച്ചൂടെ, ഇവിടുന്ന് ഇങ്ങനെ ചോദിച്ചൂടെ, അങ്ങനെ വരികൾ, ഓരോ വരികളും ഇഴകീറി പരിശോധിച്ച് ഭാഷയുമായിട്ടൊന്ന് യൂസ്ഡ് ആവുക. ഓൺ ക്വസ്റ്റ്യൻസ് ബ്രെയിനിൽ കൺസ്ട്രക്ട് ചെയ്തു തുടങ്ങുക. ഓക്കെ, അപ്പം രണ്ടാമത്തെ 16 ഡേയ്സ് പാക്കിൽ ഡിസ്ക്രിപ്റ്റീവ് സൈഡിൽ ചെയ്യേണ്ട കാര്യമാണിത്. ഓക്കെ, ഇനി മൂന്നാമത്തെ 16 ഡേയ്സ് പാക്ക് ഒബ്ജക്റ്റീവ് സൈഡിൽ എന്ത്? ക്വസ്റ്റ്യൻ ടാഗ്. സോ നമ്മളിവിടെ ഓക്സിലറി വേർബിന്റെ കൂടെ ഓൾറെഡി ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ഞാൻ കട്ട് ചെയ്യുന്നു, ഇതറിയാതെ കയറി വന്നാൽ നമുക്ക് ആവശ്യമില്ല. ഇവിടെ 2 ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറൻസും വരുന്നുണ്ട്, യൂസേജസ്. അതായത് നമുക്ക് ഇങ്ങനെ വുഡ് റാദറിന് ശേഷം എന്ത്, ഇറ്റ് ഈസ് ഓഫ് നോ ഗുഡിന് ശേഷം, ഇറ്റ് ഈസ് ഓഫ് നോ യൂസിന് ശേഷം ഒക്കെ എന്ത് ഉപയോഗിക്കണം, ഇങ്ങനെ കുറെ യൂസസ് പഠിക്കാനുണ്ട്, യൂസേജ്. ഓക്കെ, അപ്പം അതൊക്കെ നമ്മൾ ഇവിടെ പഠിക്കാം. ഹാഡ് ബെറ്ററിന് ശേഷം എന്ത്, ഇങ്ങനെ കുറെ കാര്യങ്ങളുടെ റിപ്പീറ്റ് ചെയ്യുന്ന. സോ അതൊക്കെ നമ്മൾ എവിടെ പഠിക്കുക? ഇവിടെ ഈ മൂന്നാമത്തെ 16 ഡേയ്സ് പാക്കിൽ നമ്മൾ ആദ്യത്തെ 5 ദിവസം ഇൻഫിനിറ്റീവ്സ്, ജെറൻസ്, പിന്നെ യൂസേജ്, പിന്നെ പ്രിപ്പോസിഷൻസ്, പിന്നെ അടുത്ത 5 ദിവസം ലീഗൽ വൊക്കാബുലറി. ഇതിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി അടുത്ത ഒരു ദിവസം ഫുൾ റിവിഷൻ. ഓക്കെ, ഇതേ ട്രാക്കിൽ പോവുക. ഇതൊരു ഓർഡറിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷമല്ലേ അതിൻ്റെ മേലെ ഇങ്ങനെ കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്നത്, അല്ലെ? ഒരു ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷമല്ലേ. അപ്പൊ ആ ഓർഡറിൽ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അങ്ങനെ തന്നെ പഠിക്കുക. ഇനി ഡിസ്ക്രിപ്റ്റീവ് സൈഡിലോ ഒബ്ജക്റ്റീവ് കോംപ്രിഹെൻഷൻ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ബാങ്ക് ക്ലർക്കിന്റെ അതുപോലെ തന്നെ പിയോടെ ഒക്കെ ഒബ്ജക്റ്റീവ് കോംപ്രിഹെൻഷന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും ഓൺലൈൻ സോഴ്സസിലൊക്കെ. അത് നിങ്ങൾ നോക്കുക. എന്നിട്ട് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? കോംപ്രിഹെൻഷൻ, വലിയൊരു പാസേജ് ഗിവൺ ആയിരിക്കും. അതിൽ നിന്നൊരു 10 ചോദ്യങ്ങൾ ചോദിക്കും, അല്ലെ? അതിൽ നിന്നൊരു 10 ചോദ്യങ്ങൾ ചോദിക്കും. സോ അത് ABCD എന്ന് ഓപ്ഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും ഒബ്ജക്റ്റീവ് കോംപ്രിഹെൻഷൻ. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലെയുള്ള ഒരു പരീക്ഷ നമ്മളോട് ചോദിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് കോംപ്രിഹെൻഷനാണ്. വലിയൊരു പാസേജ് തരും, അതിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് തരും. എന്നിട്ട് ഓരോന്നിനും നമ്മൾ ആ പാസേജിൽ നിന്ന് ഉത്തരം കണ്ടെത്തി നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതുക. നമ്മൾ അതിനെ പാരഫ്രൈസ് ചെയ്ത് എഴുതുക. അതിനാണ് എന്ത് പറയുന്നത്? നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് കോംപ്രിഹെൻഷൻ. അതിനാദ്യം ഒബ്ജക്റ്റീവ് കോംപ്രിഹെൻഷൻ പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് കോംപ്രിഹെൻഷൻ നമ്മൾ ആൻസറിലോട്ട് എത്തുന്നത്, അല്ലെ? അപ്പം ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, പാസേജ് പോയി അത് എവിടെയാണ് ഉള്ളതെന്ന് നോക്കുന്നു, ആൻസർ നമ്മൾ ടിക്ക് ചെയ്യുന്നു. അതിനെയൊന്ന് ആദ്യം പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഡിസ്ക്രിപ്റ്റീവിൽ സെൽഫ് വേർഡ്സിൽ നമ്മൾ എഴുതണം, അല്ലേ? കോംപ്രിഹെൻഷനിൽ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഡിസ്ക്രിപ്റ്റീവ് കോംപ്രിഹെൻഷൻ ആവുമ്പോഴത്തേക്ക് നമ്മുടെ സെൽഫ് വേർഡ്സിൽ നമ്മൾ എഴുതണം. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് കോംപ്രിഹെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിലെ ഓപ്ഷൻസിനെ ഒഴിവാക്കി നമ്മൾ തന്നെ നമ്മുടെ ഓൺ വേർഡ്സിൽ ആ ഉത്തരം നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓൾറെഡി ചെയ്തു കഴിഞ്ഞതാ ഒബ്ജക്റ്റീവ്. ഡിസ്ക്രിപ്റ്റീവ് അത് തന്നെ ഉത്തരം നമുക്കറിയാം, നമ്മുടെ സ്വന്തം വാക്കുകളിൽ എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ഓക്കെ, ആ പാസേജിന്റെ ഒരു ഡീപ്പ് അനാലിസിസ്. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ മാക്സിമം ക്വസ്റ്റ്യൻസ് കോംപ്രിഹെൻഷൻ സൈഡിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ആണോ? അങ്ങനെയാണ് കോംപ്രിഹെൻഷൻ പഠിച്ചെടുക്കേണ്ടത്. മാക്സിമം കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, തന്നെ ഉത്തരം ഓൺ വേർഡ്സിൽ എഴുതി ശീലിക്കുക. ഇനി നമ്മുടെ നാലാമത്തെ 16 ഡേയ്സ് പാക്കിൽ ഒബ്ജക്റ്റീവ് സൈഡിൽ ആദ്യത്തെ 5 ദിവസം കൺജങ്ഷൻസ്, കോർഡിനേറ്റിംഗ്, കോറിലേറ്റീവ്, സബോർഡിനേറ്റിംഗ്. ഓക്കെ, ഇത് 3 ഉണ്ട്. ഇതിൽ കോറിലേറ്റീവിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക.
അടുത്ത 5 ദിവസം ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, അടുത്ത 5 ദിവസം പാസീവ് വോയിസ്, പിന്നത്തെ ഒരു ദിവസം ഫുൾ റിവിഷൻ. ഇനി ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് സൈഡിലോ ട്രൈ ടു റീറൈറ്റ് സിമ്പിൾ സ്റ്റോറീസ്. നേരത്തെ വരെ നമ്മൾ കോംപ്രിഹെൻഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പ്രേസിക്ക് വേണ്ടിയിട്ടുള്ള ശീലം തുടങ്ങുക. നമ്മൾ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ വായിച്ചിട്ട് നമ്മൾ അത് ചുരുക്കി നമ്മളെ വേർഡ്സിൽ എഴുതാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക, റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ വേർഡ്സിൽ അതിനെ ഒന്ന് കംപ്രസ് ചെയ്യാനായിട്ട് വലിയൊരു കഥയാ ചുരുക്കിയിട്ട് നമ്മളെ ഭാഷയിൽ എഴുതാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. അപ്പം ശ്രമിക്കുമ്പോൾ ആ കഥയിൽ ഉപയോഗിച്ച വാക്കുകൾ വീണ്ടും ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ കയ്യിൽ അതിന് അഡീഷണൽ വൊക്കാബുലറി വേണം. അതായത് കഥയിൽ ഉപയോഗിച്ചത് റെഡ്യൂസ് എന്നാണെങ്കിൽ നമുക്ക് എബേറ്റ് എന്ന് ഉപയോഗിക്കണം. ഓക്കെ, അപ്പം അല്ലെങ്കിൽ മിറ്റിഗേറ്റ് എന്നോ എലീവിയേറ്റ് എന്നോ ഉപയോഗിക്കണം. അങ്ങനെ വിവിഡ് വൊക്കാബുലറി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബിൽഡ് വേർഡ് പവർ ബിൽഡ് ചെയ്യുക. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദു വൊക്കാബ്സ് നിങ്ങളിപ്പോൾ ഒരു സൈഡിൽ കൂടെ ഡെയിലി എഴുതി വരുന്നുണ്ടല്ലോ, അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങളുടെ വേർഡ് പവർ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ടാവും. പിന്നെ അതുകൂടാതെ സിനോണിംസ് ആന്റണിംസ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് പഠിക്കും. A to Z വരെയുള്ള വാക്കുകളിൽ ലെറ്റേഴ്സിൽ ആരംഭിക്കുന്ന വാക്കുകളുടെ മീനിങ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ലോകത്തിലുള്ള എല്ലാ വാക്കിന്റെ മീനിങ്ങും പഠിക്കാൻ പോയാൽ അതിനേ നേരം ഉണ്ടാവുള്ളൂ. നമുക്ക് കോമ്പറ്റിറ്റീവ് എക്സാംസിൽ ഫോക്കസ് ചെയ്യുന്ന വൊക്കാബുലറി അത് പഠിച്ചെടുക്കുക. ഓക്കെ, ദെൻ അപ്പം ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? പ്രൈസി. എന്തായി പ്രൈസി? വലിയൊരു പാസേജ് തന്നിട്ട് 1 3 സംഗ്രഹിച്ചെഴുതാൻ പറയും. 1 3 സംഗ്രഹിച്ചെഴുതാൻ പറയും. ഓക്കെ, അപ്പോൾ ഇതിന് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. കുറേ റൂൾസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് എഴുതണം. അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രൈസി എഴുതി പഠിച്ചു തുടങ്ങുകയാണ്. അതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് എന്ത്? കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസിനെ കംപ്രസ് ചെയ്ത് നിങ്ങൾ ഓൺ വേർഡ്സിൽ എഴുതി തുടങ്ങുന്നത്, വിവിഡ് വൊക്കാബുലറി യൂസ് ചെയ്യുന്നത്, വേർഡ് പവർ ബിൽഡ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സസിൽ ഓൾറെഡി കോംപ്രിഹെൻഷൻ ഒക്കെ നമ്മൾ റണ്ണിങ് ആണ്, തീരാനായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് സൈഡൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഒബ്ജക്റ്റീവിൻ്റെ കൂടെ നമ്മുടെ കോഴ്സസ് ഒക്കെ ഓൾറെഡി റണ്ണിങ് ആണ്. സോ ഇനി അടുത്ത 16 ദിവസം, 5ാമത്തെ 16 ദിവസം ഒബ്ജക്റ്റീവ് സൈഡിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, സെന്റൻസ് കറക്ഷൻ. ഓക്കെ, ഇനി വൊക്കാബുലറി നമുക്ക് ഈ സെറ്റ് മുതൽ തുടങ്ങണം. എന്തുകൊണ്ടാണ് വൊക്കാബുലറി അവസാനത്തിലേക്ക് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗ്രാമർ റൂൾസ് പഠിക്കുന്നത് പോലെയല്ല. വൊക്കാബുലറി നമുക്ക് ഓർത്തിരിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ നമ്മൾ ഏറെക്കുറെ എക്സാമിനോട് അനുബന്ധിച്ച് കുറച്ചും കൂടെ എക്സാമിനോട് അടുത്ത് പഠിച്ചാൽ മതി വൊക്കാബുലറി. എന്നാൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. ഓക്കെ, മുമ്പേ പഠിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡെയിലി റിവിഷൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ തലയിൽ നിന്ന് പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ വൊക്കാബുലറി പഠിച്ചു തുടങ്ങാം. ഓക്കെ, സോ ബെറ്റർ സ്റ്റാർട്ട് ഇയർ. മെമ്മറി ഹാക്കാണിത്. ഇപ്പൊ തുടങ്ങുന്നത് നമ്മുടെ ഒരു മെമ്മറി ഹാക്കാണ്. ഓക്കെ, നമ്മൾ മലയാളത്തിന്റെ ലാംഗ്വേജ് കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ വളർന്നു വന്ന ആൾക്കാരാണ്. നമുക്ക് ഇംഗ്ലീഷ് വൊക്കാബുലറി എളുപ്പത്തിൽ ഇങ്ങനെ ഓർമ്മിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ഇച്ചിരി ശ്രമകരമായ കാര്യമാണ്. സോ ഇവിടുന്ന് നമ്മൾ തുടങ്ങുന്നു, പ്രോപ്പറായിട്ട് പഠിക്കുന്നു, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാം, അടുത്ത 5 ദിവസങ്ങളിൽ നിങ്ങൾ സിംഗുലർ ആൻഡ് പ്ലൂരലും കൺഫ്യൂസിങ് പെയേഴ്സും പഠിക്കാം. അടുത്ത ഒരു ദിവസം ഫുൾ റിവിഷൻ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സൈഡിൽ ചെയ്യേണ്ടത് പ്രൈസി പ്രാക്ടീസ്. അതിൻ്റെ മുന്നോടിയായി നമ്മൾ കഥ വായിച്ച് കംപ്രസ് ചെയ്തൊക്കെ തുടങ്ങി. ഒരു പാസേജിന്റെ ഡീപ്പ് അനാലിസിസ് വേണം പ്രൈസിക്ക്. അതിന് നമ്മൾ 2-3 തവണ ഇരുത്തി വായിക്കണം. ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാനുണ്ട്. ഓക്കെ, അതൊക്കെ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് ഇത് പഠിക്കുക. ഓക്കെ, ദെൻ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, പ്രൈസി എവിടെ തുടങ്ങണം, എന്തൊക്കെ റൂൾസ് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ആപ്പിലെ ക്ലാസ്സസിൽ കൊടുക്കുന്നുണ്ട്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഡീപ്പ് അനാലിസിസ് ഓഫ് എ പാസേജ് ആണ്. ഈ പാസേജിന്റെ ഒരു ഡീപ്പ് അനാലിസിസ് ആണ് എന്തെന്ന് പറയുന്നത്, പ്രൈസിക്ക് ആവശ്യമുള്ളത്. എന്നിട്ടാണ് നമ്മൾ അതിനെ ചുരുക്കി എഴുതേണ്ടത്. അപ്പം പാസേജിനെ നല്ലോണം അനലൈസ് ചെയ്തിട്ട് അതിനെ 1 3 സംഗ്രഹിച്ച് എഴുതുക. ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, 1/3 ആയിട്ട് സംഗ്രഹിക്കുക, ഓൺ വേർഡ്സിൽ എഴുതുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പ്രൈസി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. 5 ദിവസങ്ങളിൽ ഒബ്ജക്റ്റീവ് 16 ഡേയ്സിൽ ഒബ്ജക്റ്റീവ് കൊണ്ടുപോകുന്നതിന് കൂടെ തന്നെ ഈ ഒരു 16 ദിവസം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, ഇനി 6ാമത്തെ 16 ഡേയ്സ് പാക്കിൽ ഓക്കെ നമ്മൾ എന്ത് ചെയ്യുക? 5 ദിവസം ജെൻഡർ ഓഫ് നൗൺസും ഫോറിൻ ഫ്രേസസും. ഓക്കെ, അപ്പം ജെൻഡർ ഓഫ് നൗൺസ് ഒക്കെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് 2 ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അടുത്തത് കളക്റ്റീവ് നൗൺസും 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സും. അടുത്ത 5
പ്രഫിക്സ്, സഫിക്സ്, ഇഡിയംസ്, ഹോമോഫോൺസ്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സ്റ്റഡി പ്ലാനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോമോഫോൺസ് ഇതൊക്കെ ചെറിയ ടോപ്പിക്സ് ആണ്, പഠിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇത് മൂന്നും ആ ഒരു 5 ദിവസത്തിൽ കൊടുത്തത്. ഈ ഒരു 5 ദിവസത്തിൽ 15 ദിവസം കഴിഞ്ഞാൽ 16ാമത്തെ ദിവസം ഫുൾ റിവിഷൻ. ഈ ഫുൾ റിവിഷൻ ഓക്കെ. ദെൻ അടുത്ത 16 ഡേയ്സിൽ ഡിസ്ക്രിപ്റ്റീവ് സൈഡിൽ, അതായത് നമ്മൾ ഈ പറഞ്ഞ 16 ഡേയ്സിൽ ഡിസ്ക്രിപ്റ്റീവ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രൈ ടു റൈറ്റ് സംതിങ്, എന്തെങ്കിലും എഴുതി നോക്കുക. എസ്സേ എഴുതണം നമുക്ക്, അല്ലേ? 150 വേർഡ്സിലുള്ള 2 എസ്സേ എഴുതാനുണ്ട്. 15 15 30 മാർക്കിന് എസ്സേ ആണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് സൈഡിൽ. ഓക്കെ. ദെൻ 10 മാർക്ക് പ്രേസിയാണ്. 20 മാർക്ക് എന്താണെന്ന് അറിയാമോ? കോംപ്രിഹെൻഷൻ. 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓരോന്നിനും 2 മാർക്ക് വെച്ചാ. ഓക്കെ, അങ്ങനെയാണ് ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ. 15 15 വരുന്ന 2 എസ്സേസ്, 20 മാർക്ക് കോംപ്രിഹെൻഷൻ, 10 ക്വസ്റ്റ്യൻസിൽ ഓരോന്നിനും 2 മാർക്ക് വീതം, പിന്നെ പ്രൈസിക്ക് 10 മാർക്ക്. സോ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ആദ്യം എസ്സേ എഴുതണം എന്നാ. കാരണം മാർക്സിന്റെ ഒരു മേജർ ഭാഗവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? എസ്സേ ആണ്. അത് നമ്മൾ ഓൾറെഡി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പഠിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ എഴുതി തീർക്കാനായിട്ട് സാധിക്കും, ടൈം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എക്സാമിന് ടൈമൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം, എന്തൊക്കെയാണ് നിങ്ങൾ വരുത്തുന്ന കോമൺ മിസ്റ്റേക്സ്, ഇതൊക്കെ എങ്ങനെ ഒഴിവാക്കാം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നമ്മുടെ കോഴ്സിന്റെ ഭാഗമാവുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ പഠിപ്പിച്ചു തരുന്നതാണ്. സോ ദെൻ ട്രൈ ടു റൈറ്റ് സംതിങ്. നിങ്ങൾ സിമ്പിൾ ടോപ്പിക്സിനെ വെച്ച് എഴുതി തുടങ്ങാം. ജസ്റ്റ് 1 ഡേ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ മൈ ഫാമിലി, ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതി നോക്കുക. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കോമൺ ആയിട്ട് എഴുതുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാ. വാക്കുകൾ ചിലപ്പം കിട്ടാതിരിക്കും, ജസ്റ്റ് നമ്മൾ സ്റ്റക്കാവും. ഈ മലയാളം വേർഡിന് ഇംഗ്ലീഷ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കൺജങ്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഓരോന്നും നമുക്ക് തോന്നും. അപ്പൊ അതിനെയൊക്കെ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പോവാം. ഓക്കെ. ദെൻ സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ച് എഴുതി തുടങ്ങാം. നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് അതിനുവേണ്ടി മുമ്പത്തെ എസ്സേസ് ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത്. ഓക്കെ, എഴുതി തുടങ്ങുമ്പോൾ ചൂസ് സിമ്പിൾ ടോപ്പിക്സ്, ഡേ ഇൻ മൈ ലൈഫ്, ഫാമിലി ലൈഫ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെസിഫിക് ടോപ്പിക്സിനെ കുറിച്ച് എഴുതി പഠിക്കുക. എന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് ടോപ്പിക്കുകൾ എടുത്ത് പഠിക്കണം. ഓരോന്നിലും ഞാൻ കീ വേർഡ്സ് പറഞ്ഞു തരും. ഇപ്പം എന്തെങ്കിലുമൊക്കെ നോർമലി ലോ സൈഡിലുള്ള കുറെ ടോപ്പിക്സ് എന്തായാലും ചോദിക്കും, ലീഗൽ സൈഡിലുള്ളത്. ഇനിയിപ്പം ഇപ്പോഴത്തെ ഒരു സെനാരിയോയിൽ നോക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ തൂഫാനൊക്കെ പോലത്തെ കാര്യങ്ങളൊക്കെ, അല്ലെ, ഡ്രഗ് അബ്യൂസ് എമംഗ് യൂത്ത് എന്നൊക്കെ പറയുന്ന പോലത്തെ ടോപ്പിക്സ്. അപ്പം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഏതൊക്കെ ടോപ്പിക്സിനാണ് പോസിബിലിറ്റി ഉള്ളത് ചോദിക്കാൻ, ആ രീതിയിൽ വേണം പഠിക്കാനായിട്ട്. അത് എല്ലാ മേഖലയിലും നമ്മൾ നോക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവിച്ച കാര്യങ്ങൾ, ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അവിടെ നിന്ന് എന്തൊക്കെ ചോദിക്കും, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എസ്സേസ് ഓരോ പോയിന്റ് ആയിട്ട് പഠിപ്പിച്ചു തരും. നിങ്ങൾ അത് കൊണ്ടുപോയി എക്സാം ഹോളിൽ അപ്ലൈ ചെയ്താൽ മതി. ആ പോയിന്റ്സിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് ജസ്റ്റ് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതി വെച്ചാൽ മതി. കണ്ടന്റ് സൈഡൊക്കെ നമ്മൾ സെറ്റ് ആക്കി തരും. ഇനി ഒരു എസ്സേ എങ്ങനെയാണ് അതിന്റെ ഓർഡർ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ സെറ്റ് ആക്കി തരും. ഓൾ റൈറ്റ്. ദെൻ ഇനി നമ്മുടെ 7ാമത്തെ 16 ഡേയ്സ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ പാക്ക്. ഒബ്ജക്റ്റീവ് സൈഡിൽ കോമ്പൗണ്ട് വേർഡ്സ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, പിന്നെ സിനോണിംസ്, ആന്റണിംസ്. അത് 5 ദിവസം എടുത്ത് സാവകാശത്തിൽ പഠിച്ചാൽ മതി. അത്യാവശ്യം വലിയ ടോപ്പിക്കാണ്. നമ്മൾ ഒരുപാട് ക്ലാസ്സസിലൂടെയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, നമ്മുടെ കോഴ്സൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ടും എന്ത് ചെയ്യും, എല്ലാ ക്ലാസ്സും കാണുക. ഓക്കെ, നമ്മൾ A to Z വരെയുള്ള ലെറ്റേഴ്സിൽ ആരംഭിക്കുന്ന വേർഡ്സിന്റെ നമുക്ക് മത്സര പരീക്ഷകളിൽ ആവശ്യമുള്ള എല്ലാ വാക്കുകളും അതിന്റെ സിനോണിംസ്. ഈ സിനോണിംസ് നമുക്ക് പ്രേസിയിലും അതുപോലെ തന്നെ എസ്സേയിലും ഒക്കെ ആവശ്യമുണ്ട്. സോ അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. അടുത്ത 5 ഫ്രേസൽ വെർബ്സ്, പിന്നെ അബ്രീവിയേഷൻസ്, ഒരു ദിവസം ഫുൾ റിവിഷൻ. ഇനി ഇവിടെ ഡിസ്ക്രിപ്റ്റീവില് ട്രൈ ടു റൈറ്റ് പെർട്ടിക്കുലർ എസ്സേസ് ഓൺ റെലവെന്റ് ടോപ്പിക്സ്. ഇവിടെ നിങ്ങൾ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കളക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഓരോ ടോപ്പിക്കിലും ഇൻക്ലൂഡ് ചെയ്യണം. സോ ഇപ്പം വിമൻ എംപവർമെന്റ് എന്നൊക്കെയുള്ള ഒരു ടോപ്പിക് ഒക്കെ ആണെങ്കിൽ അതിൽ ഈക്വൽ വേജസ് എന്ന് പറയുന്ന ഒരു ടേം ഉൾപ്പെടുത്തണം, പാട്രിയാർക്കി, അങ്ങനെ എന്തൊക്കെ കീ വേർഡ്സ് നിങ്ങൾ ഒരു എസ്സേയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ പഠിക്കാം.
അപ്പോൾ റെലവൻറ്റ് ടോപ്പിക്സ് ഒക്കെ കണ്ടുപിടിച്ച് കണ്ടംപററി ഇഷ്യൂസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിക്സിനെയൊക്കെ അനലൈസ് ചെയ്ത് കുറേ എസ്സേസ് ഒക്കെ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്തൊക്കെ വെക്കുക. ഈ ഒരു ലാസ്റ്റ് മൊമെന്റ് ആണ് നമ്മുടെ സ്റ്റഡീസ് തീരുന്ന ലാസ്റ്റ് മൊമെന്റാണ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ എക്സ്പെക്റ്റഡ് ടോപ്പിക്സ് നമുക്ക് ഏറെക്കുറെ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ഓരോ സമയവും ഡിമാൻഡ് ചെയ്യുന്നത് റവല്യൂഷൻ ഉള്ള സമയത്ത് അതായിരുന്നു അല്ലെ. പിന്നെ അതുപോലെ തന്നെ നാച്ചുറൽ ക്ലാമിറ്റീസ് ഉള്ള സമയത്ത് അതായിരുന്നു. അപ്പം ഒരു ടൈം ഡിമാൻഡ് ചെയ്യുന്ന ടോപ്പിക്കാണ് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലത്തെ ഒരു എക്സാമിന് ചോദിക്കുക. അപ്പൊ അത് സ്പെസിഫിക് ആയിട്ട് ടോപ്പിക്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഈ ആപ്പിന്റെ നമ്മുടെ കോഴ്സിലൊക്കെ നമ്മൾ ചെയ്യുന്നത് ടോപ്പിക്സ് ഒക്കെ നമ്മൾ അതിൽ പറഞ്ഞ് എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടൻസൈഡും അതുപോലെ തന്നെ സ്ട്രക്ചറും സെറ്റാക്കി കൊടുക്കും നേരത്തെ. അങ്ങനെയാണ്. അപ്പം പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഈ ഒരു സമയത്തിൽ എക്സ്പെക്റ്റഡ് ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യുക. ദെൻ നമുക്കിനിയുള്ള ഒരു റിമൈനിങ് 8 days ഉണ്ട്. അവിടെ ഒബ്ജക്റ്റീവ് സൈഡിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ്. കുറച്ച് കാര്യങ്ങളുണ്ട്. സെന്റൻസ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. ഒരു 4-5 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിട്ടുണ്ടാവും, പ്രോപ്പർ ഓർഡറിലാക്കുക. കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യണമെങ്കിൽ വൊക്കാബുലറി അറിയണം. ഇപ്പം പഠിച്ചു കഴിഞ്ഞല്ലോ, ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ക്ലോസ് ടെസ്റ്റ്, അതായത് വലിയൊരു പാസേജ് തരും, അതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേർഡ്സ് മിസ്സിംഗ് ആയിരിക്കും. അതിന് നിങ്ങൾക്ക് ഓപ്ഷൻസ് തരും, അത് നിങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. ആവശ്യമുള്ള സ്ഥലത്ത് വേർഡ്സിനെ അപ്ലൈ ചെയ്യാം. അതും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇനി അതുപോലെ പാരഗ്രാഫ്, സെന്റൻസ്, പാസേജ്, കംപ്ലീഷൻ, ഇതൊക്കെ വളരെ റെയർ ആയിട്ടേ കാണാറുള്ളൂ. അതും കുറച്ച് PYQs എടുത്ത് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇനി എറർ കറക്ഷനും ചെയ്യുക. ചിലത് ബോൾഡിലുള്ള എറേഴ്സ് ഉണ്ടാവും, അണ്ടർലൈൻഡ് പാർട്ടിലുള്ള എറേഴ്സ് ഉണ്ടാവും, രണ്ടും ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇനി ഈ 8 ദിവസത്തിൽ ഈ ഏരിയാസ് നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക. ഓക്കെ, റിമൈനിങ് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക്. അപ്പം ഇത് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ഒരു 8 ദിവസത്തിൽ കവർ ചെയ്യുക. ഓക്കെ ആണോ? അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് സൈഡിലാണെങ്കിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ PYQs, പ്രീസിയുടെ ആണെങ്കിലും എസ്സേന്റെ ആണെങ്കിലും കോംപ്രിഹെൻഷന്റെ ആണെങ്കിലും PYQs എടുത്ത് നോക്കുക. എന്നിട്ട് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പ്രീസി, അതുപോലെ തന്നെ എസ്സേ, കോംപ്രിഹെൻഷൻ, PYQs. എസ്സേ ഒക്കെ നമ്മൾ റെലവെന്റ് ആയിട്ടുള്ള പഠിച്ചാൽ മതി. പ്രീസി ഒക്കെ തന്നത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ചെയ്യാൻ പറ്റുന്നുണ്ടോ. കോംപ്രിഹെൻഷൻ ഒക്കെ പഴയതൊക്കെ നമ്മൾ PYQs ഒക്കെ തുടക്കത്തിലേ കാണിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് ചോദിച്ചത്, ഈ രീതിയിൽ പഠിക്കണം. ആദ്യം PYQs ഒക്കെ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സും തുടങ്ങുന്നത്. ഓക്കെ, ഒരു ഇൻട്രൊഡക്ടറി സെഷൻ ചെയ്യും, എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കും, എന്നിട്ടാണ് നമ്മൾ കണ്ടന്റിലോട്ട് കിടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട മിസ്റ്റേക്സ്, ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ക്ലാസ്സസ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് PYQs ഒക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഡെയിലി വൊക്കാബ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കോഴ്സിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇനി നമ്മളിപ്പോൾ ഇംഗ്ലീഷ്, മേജർ കോൺട്രിബ്യൂഷൻ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിന്റെ ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ GK ഉണ്ട്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഉണ്ട്. ഇതൊക്കെ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യാം. ഈ GKയിലൊക്കെ 40 മാർക്സിന് ചോദിക്കുമെങ്കിലും ഒരു 17-18 ക്വസ്റ്റ്യൻസ് ഒക്കെ കറണ്ട് അഫയേഴ്സാ, സ്പെസിഫിക് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ കളക്ട് ചെയ്ത് പഠിക്കാം. ഇങ്ങനെ കടലിൽ കായം കലക്കുന്നത് പോലെ പഠിക്കാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ പരീക്ഷകളിൽ ആവർത്തിക്കുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, അത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണെങ്കിലും എന്തിന്നാണെങ്കിലും സയൻസിൽ നിന്നാണെങ്കിലും ഒക്കെ അങ്ങനെ പഠിക്കാം. ഓക്കെ, പിന്നെ മാത്സും മെന്റൽ എബിലിറ്റിയും 10 മാർക്ക് ഉണ്ട്, 5-5 അല്ലെ, QAയും RAയും. അപ്പൊ രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്സും ആയിട്ട് എടുത്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഈ ഇംഗ്ലീഷിന്റെ ഒക്കെ കൂടെ തന്നെ, അതിന്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല. അപ്പം ഇതും അതിന്റെ കൂടെ നിങ്ങൾ കൊണ്ടുപോവാം. നമ്മുടെ സ്റ്റഡി പ്ലാന്റെ ആ സമയത്ത് തന്നെ ഈ GK സൈഡും ഒന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ആവശ്യമുള്ള ടോപ്പിക്സ് ഒക്കെ, മാത്സും മെന്റൽ എബിലിറ്റിയും ഒക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഇനി നമ്മുടെ 120 ദിവസം നമ്മൾ പഠിച്ചു. ഇനി 60 ദിവസം നമ്മൾ റിവിഷന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 6 മാസം ഉണ്ടെങ്കിൽ നമ്മൾ 4 മാസം പഠിച്ചല്ലേ. ഇനി ഒരു 2 മാസം നമ്മൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യണം. അവിടെയാണ് നമ്മുടെ മാർക്ക് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. റിവൈസിങ് ഈച്ച് ആൻഡ് എവറി ഏരിയ. നമ്മൾ ഈ റിവിഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ പഠിച്ച എല്ലാം നമ്മൾ ഓരോ പാക്കായിട്ട് നമ്മുടെ 16 ഡേയ്സ് പാക്കിൽ നമ്മൾ ഓരോന്നിലും പഠിച്ച ഓരോ കാര്യങ്ങളും റിവിഷൻ ചെയ്യാം.
ഓക്കെ, റിവിഷൻ കുറച്ചും കൂടെ സ്പീഡിൽ പോവും. കൃത്യമായിട്ട് പഠിച്ച ആളാണെങ്കിൽ കുറച്ചും കൂടെ സ്പീഡിൽ പോവും. പിന്നെ ഫോക്കസിങ് ഓൺ മാക്സിമം PYQs. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഇംഗ്ലീഷ് സൈഡിലായാലും ഏത് GK സൈഡായാലും മാത്സ് സൈഡായാലും ഒക്കെ ചോദിച്ച മാക്സിമം ക്വസ്റ്റ്യൻസ് എല്ലാ PYQസും പ്രാക്ടീസ് ചെയ്യാം. അതുമാത്രമല്ല ഡിഗ്രി ലെവൽ പരീക്ഷകൾ ചോദിക്കുന്ന ഇംഗ്ലീഷ് സൈഡിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം പ്രാക്ടീസ് ചെയ്യാം. അത് കേരള PSC ആണെങ്കിലും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം, മാക്സിമം ക്വസ്റ്റ്യൻസ്. പിന്നെ ഡെയിലി ഡിസ്ക്രിപ്റ്റീവ് പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി ഡിസ്ക്രിപ്റ്റീവ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. ഡെയിലി ഓരോ ടോപ്പിക്സ് എടുത്തിട്ട് അതിൽ നിന്ന് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നോക്കുക. ഒബ്ജക്റ്റീവ് കോംപ്രിഹെൻഷൻസ് നിങ്ങൾ ഓൺ വേർഡ്സിലേക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ടെക്നോളജി സപ്പോർട്ട് തേടുക. ലൈക്ക് നിങ്ങൾ ChatGPTയോടോ ജെമിനിയോടോ ഒക്കെ ചോദിച്ച് ഒരു കോംപ്രിഹെൻഷൻ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് സ്റ്റാൻഡേർഡിലുള്ള കോംപ്രിഹെൻഷൻ തരൂ എന്നൊക്കെ പറയും. എന്നിട്ട് നിങ്ങൾ എന്ത് ആൻസർ ചെയ്ത് നോക്കുക. അപ്പോൾ മാക്സിമം നിങ്ങൾ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ പ്രേസിക്ക് വേണ്ടിയിട്ടുള്ള ഗിവ് മി എ പാസേജ് ഫോർ പ്രേസി റൈറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ChatGPT തരും, അല്ലെങ്കിൽ ജെമിനി തരും. എന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അവർ തന്നെ അതിൻ്റെ എന്തും പ്രൊവൈഡ് ചെയ്യും, ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യും. അതിൽ നിങ്ങൾ ചെയ്തതുമായിട്ട് മാച്ചിങ് ആണോ എന്ന് നോക്കുക. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ടെക്നോളജി ഉപയോഗിക്കുക. ഓക്കെ, അപ്പം അതുപോലെ പ്രേസി കോംപ്രിഹെൻഷൻ ഒക്കെ പോലെ തന്നെ എസ്സേസ്, റെലവൻറ്റ് ടോപ്പിക്സിൽ എസ്സേസ് എഴുതി നോക്കുക. 150 വേർഡ്സിൽ വേർഡ് ലിമിറ്റ് ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, എക്സീഡ് ചെയ്യരുത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിൽ. അപ്പം ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വരുത്താൻ പാടില്ലാത്ത മിസ്റ്റേക്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ മുമ്പ് ഒരു വെബിനാർ ചെയ്തിട്ടുണ്ട്. സോ ഇതിനു വേണ്ടി സീരിയസ് ആയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ആ ഒരു വെബിനാർ നമുക്ക് നമ്മുടെ ചാനലിൽ അപ്പ് ചെയ്തിട്ടുണ്ടാവും. സോ അതൊന്ന് പോയി കാണുക. അതിൽ ഓരോ സൈഡിലും കോംപ്രിഹെൻഷനിലായാലും പ്രേസിയിലായാലും അതുപോലെ തന്നെ എന്തിലായാലും നമ്മുടെ എസ്സേയിലായാലും നമ്മൾ വരുത്താൻ പാടില്ലാത്ത മിസ്റ്റേക്സ്, നമ്മൾ കോമൺ ആയിട്ട് വരുത്താൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് അതെങ്ങനെ ഒഴിവാക്കാം, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം സീരിയസ് ആയിട്ട് ഇതിന് നോക്കുന്ന ഒരാളാണെങ്കിൽ പോയി വാച്ച് ചെയ്യാം. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാം. മുമ്പേ അപ്പ് ചെയ്തതാണ്. നേരത്തെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നേരത്തെ സ്ട്രീം ചെയ്തതായിരുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല, ഓൾറെഡി അത് അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ സ്റ്റഡി പ്ലാൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ എസ്സേ പ്രാക്ടീസ് ഒക്കെ ഡെയിലി ചെയ്യുക. ഓക്കെ, ഇനി സക്സസ് isn't always about greatness. Okay, it is about consistency. Consistent hard work leads to success. അപ്പോൾ ഈ ഒരു 6 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ഈ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഗ്രേറ്റ്നെസ്സിൽ നിന്ന് മാത്രം വരുന്നതല്ല, അത് എവിടുന്ന് കൂടിയാണ്, കൺസിസ്റ്റൻസിന്നും കൂടെ വരുന്നതാണ്. ഈ ഒരു 6 മാസം നമ്മൾ ഈ പറഞ്ഞു തന്ന കൃത്യമായ സ്റ്റഡി പ്ലാൻ, ഇംഗ്ലീഷാണ് മേജർ കോൺട്രിബ്യൂട്ടർ അല്ലേ, മേജർ മാർക്സ് കൊടുക്കുന്ന ആൾ ഇംഗ്ലീഷാണ്. അപ്പം ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ഒക്കെ ഇങ്ങനെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വിജയം നിങ്ങൾക്കുള്ളതാണ്. അപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് പണിയെടുക്കാൻ ഒരു 6 മാസം നിങ്ങൾ തയ്യാറാണെങ്കിൽ ഹൈക്കോർട്ടിൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോലിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് വേറെ സെഷൻസ് ഒക്കെ ആയിട്ട് ഇനിയും കാണാം. അപ്പം നിങ്ങൾക്ക് ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ കോഴ്സിനെ കുറിച്ചൊക്കെയുള്ള എന്തെങ്കിലും കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം. നമ്മൾ അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കണ്ടന്റ് ക്ലാസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ, വേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾ താഴെ കമന്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് ഒക്കെ യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം സോ keep in touch. Thank you very much.